കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നോക്കട്ടെ, മനുഷ്യൻ. അതെ, അല്ല, സത്യത്തിൽ അത് ശരിയായിരിക്കോ? എന്ത്? ആ മണിവർണ്ണ സ്വാമികൾ പ്രവചിച്ചത് ആൺകുഞ്ഞായിരിക്കും. എനിക്ക് പെൺകുട്ടിയെ ഇഷ്ടം. എന്താ പറഞ്ഞേ? എനിക്ക് പെൺകുട്ടികളോടാ കൂടുതൽ ഇഷ്ടമെന്ന് പറഞ്ഞതാ. അതിന് ഒന്നുമില്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. അല്ല, നിനക്ക് ആൺകുഞ്ഞിനെയാണോ പെൺകുഞ്ഞിനെയാണോ ഇഷ്ടം? അതിപ്പോ ഏതായാലും മൂകാംബിക ദേവി തരുന്നത് സ്വീകരിക്കാം. അതെ, ആണായാലും പെണ്ണായാലും നമുക്ക് ഒരുപോലെയല്ലേ, അല്ലേ? ഒരാഗ്രഹം കണ്ടില്ലേ? അപ്പോ നിനക്ക് ആഗ്രഹമില്ലേ? എല്ലാ ആഗ്രഹങ്ങളും ഞാൻ മൂകാംബിക ദേവിയുടെ കാൽക്കൽ സമർപ്പിച്ചിരിക്കാം. ദേവി തീരുമാനിക്കട്ടെ, അല്ലേ? ഈ ജന്മത്ത് നമ്മളെ തമ്മിൽ ഒരുമിച്ച് ചേർത്തത് ദേവിയാ. ഇതും ദേവിയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. അതെ, എന്നാ പിന്നെ ദേവിയുടെ ആഗ്രഹം പോലെ നടക്കട്ടെ. അപ്പോ മൂകാംബിക ദേവി ശരിക്കും അങ്ങോട്ട് അനുഗ്രഹിച്ചു. ആ സ്വാമി, നേരിട്ട് വന്ന് ദേവി നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോയി. എന്റെ മഹാമായേ, ഇതിൽ പരം ഒരു ആനന്ദം ആർക്കാ കിട്ടുക? അതിനിടയില് ആ കുട്ടി ഒരു കാര്യം പറഞ്ഞു സ്വാമി. എന്ത് കാര്യം? മൂകാംബിക ദേവിയും ജ്യോതിയും തമ്മിലേ ഒരു ബന്ധമുണ്ടെന്ന്. ജ്യോതിയുടെ പേരിന് ദേവിയുമായിട്ടൊരു ബന്ധമുണ്ട് കേട്ടോ. ദേവിക്ക് ഒരുപാട് പര്യായങ്ങളുണ്ട്, അതിലൊന്നാണ് ജ്യോതിർമയി. പത്മാവതിയമ്മേ, അത് സത്യമാണ്. മൂകാംബിക ദേവിയുടെ പര്യായങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജ്യോതിർമയി. ആ പേര് വന്നത് സാക്ഷാൽ ശ്രീശങ്കരൻ പ്രതിഷ്ഠിച്ച ജ്യോതിർലിംഗത്തിൽ നിന്നാണ്. മാത്രമല്ല, ഒരു പക്ഷേ പോയ ജന്മത്തിൽ ജ്യോതി മൂകാംബിക ദേവിയുടെ ഭക്തയായിരുന്നിരിക്കണം. ദേവി തന്റെ ഭക്തരെ ഈ ജന്മത്തിൽ മാത്രമല്ല വരാനിരിക്കുന്ന ജന്മത്തിലും കാത്തു രക്ഷിക്കും. സ്വാമി, അവര് തമ്മില് ഇതുവരെ ജീവിച്ചു തുടങ്ങിയിട്ടില്ല. അപ്പോ ശാന്തി മുഹൂർത്തം കഴിഞ്ഞിട്ടില്ല എന്നർത്ഥം. നോ സ്വാമി, ഡോണ്ട് ഹാപ്പൻ. അതിനൊരു മുഹൂർത്തമാ സ്വാമി നോക്കേണ്ടത്. പത്മാവതിയമ്മേ, ഇപ്പോ ആ ശാന്തി മുഹൂർത്തം നടക്കാൻ പാടില്ലല്ലോ. നടക്കാൻ പാടില്ലേ? നടക്കാൻ പാടില്ലെന്നല്ല, ഇന്ന് പാടില്ല. അതിന് ചില കർമ്മങ്ങളും വ്രതങ്ങളും കൂടെ അനുഷ്ഠിക്കേണ്ടതുണ്ട്. അല്ല, അതെന്തൊക്കെയാ സ്വാമി? പറയാം. ദൈവപ്രീതിയോടെ വ്രതമനുഷ്ഠിച്ച് ഒരുമിച്ച് ചേരുന്ന ദമ്പതികളുടെ സന്താനങ്ങൾ ഈ ലോകം തന്നെ കീഴടക്കുന്നവരും സൽകീർത്തി ഉണ്ടാകുന്നവരും ആകുമെന്ന് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ശാന്തി മുഹൂർത്തത്തിന് മുമ്പ് അമരാവതിയിൽ ഒരു പൂജ നടക്കണം. എന്ത് പൂജയാ സ്വാമി? ഐശ്വര്യലക്ഷ്മി പൂജ. അതിന് ഞാനൊരാളെ അങ്ങോട്ട് അയക്കാം. അത് മാത്രമല്ല ചെയ്യേണ്ടത്. സ്വാമി പറഞ്ഞാട്ടെ, എന്തായാലും ഞാൻ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഇന്നു മുതൽ ശാന്തി മുഹൂർത്ത ദിവസം വരെ അവർ രണ്ടുപേരും ഉറങ്ങുന്നത് 2 മുറികളിലായിരിക്കണം. ഐശ്വര്യലക്ഷ്മി പൂജ കഴിഞ്ഞാൽ ഉടനെ
ക്ഷേത്ര ദർശനം, ദാനകർമ്മങ്ങൾ, പ്രാർത്ഥനയും വഴിപാടുകളും അങ്ങനെ എല്ലാം നടക്കണം. ആ, 7-ാം നാൾ പാർവതി പരമേശ്വരന്മാരെ തൊഴുത് അനുഗ്രഹവും വാങ്ങിക്കണം. എല്ലാം ചെയ്യാ സ്വാമി. 7-ാം ദിവസം സന്താനലക്ഷ്മിയാമത്തിൽ അവരുടെ ശാന്തി മുഹൂർത്തം നടക്കണം. അങ്ങനെയെങ്കില് അവർക്കൊരു പുത്രൻ ജനിക്കുമെന്ന് ഞാൻ മുന്നേ പറഞ്ഞിരുന്നത് സത്യമാണ്. ആ, എന്റെ കണ്ണ. അതിനുള്ള സമയമാണ് ഇപ്പൊ സമാഗതമാകാൻ പോകുന്നത്. ഓ, ഇതൊരു നിയോഗമാണ് പത്മാവതിയമ്മേ. പരാശക്തിയുടെയും ശിവശക്തിയുടെയും അനുഗ്രഹത്തോടു കൂടിയിരിക്കുന്ന ആ പുത്രന്റെ പിറവി അഷ്ടമി നാളിലായിരിക്കും. അവൻ നാടിന്റെ പ്രജാപതിയായിട്ട് വളരും. ആ, നാളെ പൂജ ചെയ്യാൻ വരുന്ന ആളിന്റെ കയ്യില് ഞാനൊരു ലേഹ്യം കൊടുത്തുവിടാം. അതും ദേവീസന്നിധിയിൽ പൂജിച്ചതാണ്. മാത്രമല്ല, ഭക്തിയോടെ ഇരുവരും 7 ദിവസം ആ ലേഹ്യം സേവിക്കണം. അല്ല, ആരാ സ്വാമി പൂജ ചെയ്യാൻ വരുന്നത്? എന്റെ ശിഷ്യന്മാരിൽ പ്രിയപ്പെട്ട ശിഷ്യൻ ഗജരാജാനന്ദ സ്വാമികൾ. അല്ല, ഇതെന്ത് പേരാ? പേര് പോലെ തന്നെ ഇത്തിരി കർക്കശക്കാരനുമാണ് അദ്ദേഹം. ഓഹോ. ആ, എല്ലാം ഭംഗിയായി പര്യവസാനിക്കുന്നത് വരെ നമ്മുടെ ശിഷ്യൻ അവിടെ തന്നെ ഉണ്ടാകും. എന്താ പോരെ? ഓ, ആ സ്വാമി, ഐ ആം വെരി വെരി ഹാപ്പി. ആ, ശുഭാസ്തു. ദേവി ഉടുത്ത സാരികളാ ഇതൊക്കെ. ദേവി എടുത്ത സാരികളോ? ഇതെങ്ങനെ കിട്ടി? മൂകാംബികയിലെ പ്രധാനപ്പെട്ട വഴിപാടാ ദേവിക്ക് ഉടയാടയായിട്ട് സാരി അണിയിക്കൽ. ഭക്തര് വാങ്ങി നൽകുന്ന സാരി ദേവി അണിയിച്ച ശേഷം ചെറിയൊരു വിലയ്ക്ക് ഒരു സ്ഥലത്ത് ഭക്തജനങ്ങൾക്ക് നൽകും. വലിയ വിലയ്ക്കുള്ള സാരികളും ഉണ്ട് കേട്ടോ. സന്തോഷമായി. ഞങ്ങള് കൂടെ ഇല്ലാതിരുന്നിട്ടും നീ ഞങ്ങളെ മറന്നില്ലല്ലോ. ഈ സാരിയെ കുറിച്ച് ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട്. എന്നെങ്കിലും ഒരിക്കൽ മൂകാംബികയിൽ പോകണമെന്നും ഈ സാരികളിൽ ഒരെണ്ണം വാങ്ങണമെന്നും ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ. ആഹാ, എന്നിട്ടെന്താ ജ്യോതി പോയ സമയത്ത് ഇതൊന്നും പറയാതിരുന്നത്? ജ്യോതിയോട് പറഞ്ഞ അത് കുറച്ചിലാവൂന്ന് കരുതിയാ പറയാതിരുന്നത്. ഇത് പക്ഷെ അത്ഭുതമാ. ഞാൻ ആഗ്രഹിച്ചത് ജ്യോതി കൊണ്ടു തന്നു. നിങ്ങൾ കൂടെയില്ലാത്തതിൽ സത്യത്തിൽ എനിക്ക് വിഷമമുണ്ടായിരുന്നു. അതുകൊണ്ടുകൂടിയാ നിങ്ങൾക്ക് വേണ്ടി ഞാനിത് വാങ്ങിയത്. ഇനി ഒരിക്കലേ നമുക്ക് എല്ലാവർക്കും കൂടി അവിടെ പോണം. എനിക്ക് കിട്ടിയ അനുഗ്രഹം നിങ്ങൾക്കും കൂടി കിട്ടണേന്നാ എന്റെ പ്രാർത്ഥന. ഒരു മിനിറ്റ്. ദേവിയുടെ പൂജിച്ച ലോക്കറ്റാ. ഇതും കൂടി വെച്ചോ. ഇത് കുങ്കുമാർച്ചന നടത്തിയതിന്റെ പ്രസാദം. ഇത് സൂക്ഷിച്ചാ ഐശ്വര്യം താനെ വരും. നീ ഭാഗ്യവതിയ ജ്യോതി. അത്രയും പവിത്രമായ ദേവിയുടെ മുന്നിൽ വെച്ച് തന്നെ DKക്ക് നിന്റെ കഴുത്തി താലി ചാർത്താൻ അവസരം കിട്ടിയല്ലോ. ഇത്രയും കാലം സുപ്രിയാന്റിക്ക് വേണ്ടി മാത്രം ജീവിച്ച DK ഇപ്പൊ അതിനേക്കാൾ കൂടുതലായി നിന്നെ സ്നേഹിക്കുന്നു. അതിനേക്കാൾ വലിയ അനുഗ്രഹം വേറെ എന്താ ദേവി നിനക്ക് തരേണ്ടത്? ഞങ്ങൾ ഇനി നിന്നോട് ഒരു വഴക്കിനുമില്ല. അമ്മായിയമ്മയായിട്ട് തന്നെ അംഗീകരിച്ചു. സത്യത്തിൽ എനിക്കിപ്പോഴും ഒരു വലിയ സംശയം ബാക്കിയാണ്. എങ്ങനെയാ ജ്യോതി DKയുടെ മനസ്സ് നീ കീഴടക്കിയത്? സത്യാണോ ജ്യോതി? സർവജ്ഞ പീഠത്തിന്റെ മുകളിൽ വെച്ച് നിന്നോട് പ്രണയം പറയാൻ തക്കവണ്ണം നീ എങ്ങനെയാ DK മാറ്റിയെടുത്തത്? DK സുപ്രിയയെ ഉപേക്ഷിച്ചിട്ട് നിന്നെ സ്നേഹിക്കുന്ന് ഞങ്ങൾ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല. ഇതൊരു ലോകാത്ഭുതം തന്നെയാ ജ്യോതി. നീ എന്ത് മാജിക്കാ കാണിച്ചത്?
ഈ സ്നേഹം പിടിച്ചു പറ്റാൻ കുറുക്കു വഴികളോ മാജിക്കോ ഒന്നും ഇല്ല താരെ. സ്നേഹിക്ക, മനസ്സറിഞ്ഞ് കളങ്കമില്ലാതെ സ്നേഹിക്ക. ഇഷ്ടപ്പെട്ടവരുടെ സ്നേഹം നേടാനുള്ള ഒരേ ഒരു വഴി അത് മാത്രം. എനിക്ക് കിട്ടിയതെല്ലാം ദേവിയുടെ അനുഗ്രഹം തന്നെയാണ്. ശരിക്കും ഞങ്ങളെ അവിടേക്ക് കൊണ്ടുപോയത് ദേവി തന്നെയാ, അപർണയുടെ രൂപത്തിൽ. അമ്മ അത് പറഞ്ഞു കേട്ടപ്പോ എന്റെ ദേഹം കോരിത്തെറിച്ചുപോയി. ജ്യോതി, ഞങ്ങൾക്കിപ്പൊ നിന്നോട് ഒരു വിരോധവും ഇല്ല, ഒരു വൈരാഗ്യവും ഇല്ല. ഞങ്ങളുടെ ഭർത്താക്കന്മാരിൽ നിന്നും ഞങ്ങൾക്കൊരിക്കലും കിട്ടാത്ത സ്നേഹം DK നിനക്ക് നൽകുന്നത് കാണുമ്പോ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നിന്നെ കരുതുന്നതും ചേർത്ത് പിടിക്കുന്നതും കാണുമ്പോ സത്യത്തിൽ സ്ത്രീ സഹജമായ ഒരു അസൂയ ഞങ്ങൾക്കുണ്ട്. അതൊന്നും സാരമില്ല. ഭർത്താക്കന്മാരെ മനസ്സറിഞ്ഞ് സ്നേഹിച്ചാ മതി. ഇരട്ടിയായിട്ട് അവരാ സ്നേഹം നിങ്ങൾക്ക് തിരിച്ചു തരും. ആ അയ്യോ, ഏട്ടൻ വിളിക്കുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. കണ്ടില്ലേ മായച്ചി, DKക്ക് ഇപ്പോ ഒരു നിമിഷം പോലും ജ്യോതിയെ പിരിഞ്ഞിരിക്കാൻ വയ്യാണ്ടായി. ജ്യോതി പറഞ്ഞതാ ശരി. സ്നേഹം കൊടുത്താ അത് തിരിച്ചു കിട്ടും. അവൾക്കത് കിട്ടി. അവരുടെ സ്നേഹം കാണുന്ന തന്നെ ഒരു സന്തോഷം അല്ലേ മായച്ചി? ഞാൻ റെസ്റ്റോറന്റിലേക്കൊന്ന് പോവാ. ഇത്രയും ദിവസം മാറി നിന്നുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ കുഴഞ്ഞു മറിഞ്ഞു കാണും. എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഇയാളെന്താ ഇങ്ങനെ നോക്കുന്നു? ഈ വേഷം കൊള്ളില്ല ഏട്ടാ. സോറി, വേഷമല്ല, ഈ ഷർട്ട് കൊള്ളില്ല. കൊള്ളില്ലേ? എന്നാ പിന്നെ ചേരുന്ന ഒരെണ്ണം താൻ തന്നെ സെലക്ട് ചെയ്യും. ഇത് വേണ്ട. ഇത് കളർ മാച്ച് അല്ല, ഒരുപാട് ഡാർക്കായി. ഇത് വേണ്ട. ഇത് കൊള്ളാം, ഇത് മാച്ചാ. ഇത് മതി. ഇതിട്ടോ, ഞാനിപ്പോ വരാം. ഇപ്പൊ സൂപ്പർ ആയിട്ടുണ്ട്. ഇതും കൂടി ഇട്ടാ DK പഴയ DK ആയി. ഈ കോട്ടൊന്നും വേണ്ടടോ. സത്യം പറഞ്ഞാ ഇതിനകത്തൊരു വല്ലാത്ത വീർപ്പുമുട്ടല. അത് കൊള്ളാലോ. ഹിറ്റ്ലർ എന്ന് പറഞ്ഞാൽ തന്നെ ആദ്യം ഓർമ്മ വരുന്നത് ഈ കോട്ട. കോട്ട് വിട്ട് ഒരു കളിയില്ല എന്റെ പൊന്നു ഹിറ്റ്ലറെ. ഇനി ഈ മീശ ഒന്ന് പിരിച്ചു വെക്കണം. ഇങ്ങനെ. ഇപ്പഴാ DK യഥാർത്ഥ DK ആയത്. ഈ
കോട്ട് ഞാനങ്ങ് ഉപേക്ഷിക്കാന്നാ വിചാരിച്ചത്. എന്റെ പൊന്നി ഹിറ്റ്ലറെ, ഓരോരുത്തർക്കും ഓരോ പ്രത്യേക ട്രേഡ് മാർക്കുകളുണ്ട്. അതിൽ DKയുടെ ട്രേഡ് മാർക്ക് ദാ ഈ കോട്ടും പിന്നെ ദേ ചുരുട്ടി മീശയോ. യോ, വാതില് തുറന്നെടുക്ക, ആരെങ്കിലും കാണും. ഇവിടെ ആര് കാണാനാ? വേണ്ട മോനെ, വേണ്ട മോനെ. DKയുടെ ഒരു കാര്യം. എന്താ ജ്യോതി? അല്ല, ഞാൻ എപ്പോഴും കൂടെ തന്നെ വേണമെന്നേ. എന്താ ചെയ്യാ? ഇങ്ങനെ പോയാലേ ഞാൻ കഷ്ടപ്പെട്ടു പോകത്തേ ഉള്ളൂ. നിങ്ങളുടെ ഭർത്താക്കന്മാരും ഇങ്ങനെ തന്നെയാണോ മായേ? അതിന് ഞങ്ങളുടെ ഭർത്താക്കന്മാരെ ഞങ്ങള് കണ്ടിട്ട് എത്ര നാളായി. അവര് ജീവിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടിയല്ലല്ലോ, DKയ്ക്ക് വേണ്ടിയല്ലേ. DK എന്ത് പറയുന്നോ അതാണ് അവർക്ക് വേദവാക്യം. അല്ലാതെ ഭാര്യമാരുണ്ടെന്നോ അവരും മനുഷ്യജീവികളാണെന്നോ ഭർത്താക്കന്മാരുടെ ജീവിതത്തിലെ കുറച്ചു സമയം ഭാര്യമാർക്ക് കൂടി അവകാശപ്പെട്ടതാണെന്നുള്ള ഒരു ചിന്ത അവർക്കില്ല. ഏത് സമയത്തും റെസ്റ്റോറന്റും കച്ചവടവും, അത് മാത്രമേ ഉള്ളൂ അവർക്ക് ചിന്ത. അതെ, നിങ്ങളുടെ സങ്കടം എല്ലാം അവസാനിപ്പിക്കാൻ ഞാനൊരു വഴി പറഞ്ഞുതരാം. എന്ത് വഴി? DK ഇപ്പോ നല്ല മൂഡില. അത് നിന്റെ താഴോട്ടുള്ള വരവ് കണ്ടപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി. കളിയാക്കല്ലേ മായേ. ഞങ്ങള് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. എന്നാലും ഇതിത്തിരി കൂടുതലാ. ഇത്രയ്ക്ക് കണിശക്കാരനായ DKയ്ക്ക് ഇങ്ങനൊരു മാറ്റം ഞങ്ങൾ തീരെ പ്രതീക്ഷിച്ചില്ല. കരിമ്പാറ പോലെ നിന്ന DK ഇപ്പൊ മഞ്ഞുമല പോലെ ഉരുകി ഒലിച്ചുകൊണ്ടിരിക്കുക. അതെ, ദയവ് ഇത് DK നീ ഒരു പെൺകൊന്തം ഭർത്താവാക്കി മാറ്റരുത്. ഭാര്യ അടുത്തുണ്ടാവണമെന്ന് ഭർത്താക്കന്മാർ ആഗ്രഹിക്കുന്നതും കിട്ടുന്ന ചെറിയ സമയം പോലും അവരെ സ്നേഹിക്കുന്നതും പെൺകൊന്തന്മാരായതുകൊണ്ടല്ല, അത് സ്നേഹ കൂടുതലും ഉണ്ട്. അത് അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ. അതിനുള്ള വഴിയാ ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞത്. എന്തു വഴി? DK ഇപ്പോ ഓഫീസിൽ പോവാൻ താഴേക്ക് വരും. നിങ്ങളുടെ ഭർത്താക്കന്മാരെ തിരിച്ചുകൊണ്ടുവരണമെന്ന് DKയോട് പറഞ്ഞാ മതി. അതിന് ഞങ്ങള് പറഞ്ഞ DK കേക്കോ? നീയല്ലേ ഇപ്പൊ DK നിയന്ത്രിക്കുന്നത്? അതെ, ഞാൻ തന്നെയാ. നിങ്ങളൊന്ന് വെറുതെ പറഞ്ഞാ മതി. വൈകിട്ട് ഉറങ്ങാൻ വരുമ്പോഴേ തലയുടെ മന്ത്രത്തിൽ കൂടി ഞാൻ കാര്യം സാധിച്ചുതരാം. പോരെ? എന്താ അമ്മായിയമ്മയും മരുമക്കളും തമ്മിലൊരു സ്വകാര്യം? നിനക്കും കൂടി ഗുണമുള്ള കാര്യ. എന്ത് കാര്യം? ഒന്ന് പോ ജ്യോതി. എനിക്ക് എന്തെങ്കിലും ഗുണം കിട്ടുന്ന ഒരു കാര്യവും ഇവര് പറയൂന്ന് എനിക്ക് ഉറപ്പില്ല. നിനക്ക് തെറ്റി. ഇതങ്ങനെയല്ല. ഇവരിപ്പോ ആകെ മാറി. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന മന്ത്ര ഇവരിപ്പോ ചൊല്ലുന്നത്. അതുകൊണ്ട് നിന്റെ എന്നല്ല, എന്റെ പോലും നന്മ മാത്രമേ ഇവരിപ്പോ ആഗ്രഹിക്കൂ. ആഹാ, അത് ശരി.
അപ്പൊ കാക്ക മലർന്നും പറക്കും. ആഹാ, എന്നാ പറന്നു കഴിഞ്ഞല്ലോ. അതെ, ഇവർക്കൊരാഗ്രഹം. ഞാനും DKയും കൂടി സന്തോഷിക്കുന്നത് കണ്ടിട്ട് സഹിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഭർത്താക്കന്മാരെ കൂടി തിരിച്ചു കൊണ്ടുവരണമെന്നാ ഇവരുടെ ആഗ്രഹം. നീ എന്തു പറയുന്നു? ഇക്കാര്യത്തിൽ ഞാനും ഇവർക്കൊപ്പം തന്നെയാ. അല്ല, ഞങ്ങളുടെ ഭർത്താക്കന്മാരെ എപ്പോ തിരിച്ചു കൊണ്ടുവരും? ഉടനെ തിരിച്ചു കൊണ്ടുവരും.